ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 12,75,000 രൂപയാണ് നിങ്ങൾ ഈ കാണുന്ന വിക്ടോറിയസിന്റെ ബേസ് LXI വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഓഫറുകൾ ഒന്നുമില്ലാത്ത ഓൺ റോഡ് പ്രൈസ് ആണ്. നിങ്ങൾ ഓഫറുകൾ എലിജിബിൾ ആവുകയാണെങ്കിൽ 12 ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഈ വാഹനം ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. 12 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഇന്ത്യയിൽ ലഭിക്കുന്ന മോസ്റ്റ് വാല്യൂ ഫോർ മണി കാർ വിക്ടോറിയസിന്റെ ഈ ബേസ് വേരിയന്റ് തന്നെയാണ്. ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാരയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഗ്രാൻഡ് വിറ്റാര ബേസ് വേരിയന്റിനേക്കാളും ഫാർ ബെറ്റർ ആയിട്ട് വരുന്ന ഒരു വാഹനമാണ് വിക്ടോറിയസിന്റെ ബേസ് വേരിയന്റ്. കാരണം വിക്ടോറിയസിന്റെ ബേസ് വേരിയന്റ് എടുത്താൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ ആക്സസറീസ് കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് ഈ ഒരു കണ്ടീഷനിൽ തന്നെ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. കാരണം ഒരു മ്യൂസിക് സിസ്റ്റം വിത്ത് സ്റ്റിയറിംഗ് കൺട്രോൾസ് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ള മേജർ ഡിഫറൻസ് അത് തന്നെയാണ്. അതായത് ബേസ് വേരിയന്റ് തൊട്ടേ നമുക്ക് സ്മാർട്ട് പ്ലേ പ്രോ മ്യൂസിക് സിസ്റ്റത്തോടു കൂടിയാണ് ഈ വാഹനം വരുന്നത്. അപ്പോൾ ഈ മാസം നോൺ ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് 90,000 രൂപ വരെയും ഹൈബ്രിഡ് വിക്ടോറിയസിന് 1,10,000 രൂപ വരെ ഓഫറും അവൈലബിൾ ആണ്. അപ്പോൾ ഓഫറുകൾക്ക് ശേഷം വിക്ടോറിയസ് എത്ര രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും, ഈ ബേസ് വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മേജർ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഒന്ന് നമുക്കൊരു മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അതിന്റെ സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ 5 സ്റ്റാർ സേഫ്റ്റിയാണ്. ഗ്രാൻഡ് വിറ്റാരേനേക്കാളും കുറച്ചും കൂടി ബൂട്ട് സ്പേസ് ലഭിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം, ബേസ് വേരിയന്റ് തൊട്ടേ നമുക്ക് CNG അവൈലബിൾ ആണ്. അത് അണ്ടർബോഡി CNG ആയതുകൊണ്ട് ബൂട്ട് സ്പേസിൽ കോംപ്രമൈസ് ഒന്നും ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അപ്പോൾ ഗ്രാൻഡ് വിറ്റാര ബേസ് വേരിയന്റ് നോക്കുന്നവര് ഈ ഒരു ഡിസൈനും ലുക്കൊക്കെ ഇഷ്ടമാണ് എങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് കാറാണ് വിക്ടോറിയസിന്റെ ഈ ബേസ് വേരിയന്റ് LXI. ഗ്രാൻഡ് വിറ്റാരയുടെ ഓൾമോസ്റ്റ് സിമിലർ പ്രൈസ് ആണ് ഇപ്പോൾ ഓഫറുകൾക്ക് ശേഷം വരുന്നുള്ളൂ. പുതിയ വിക്ടോറിയസിന്റെ ഡിസൈൻ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ നോക്കുന്നത് വിക്ടോറിയസിലെ ഒരു മാനുവൽ വേരിയന്റ് ആണ് എങ്കിൽ ദ മോസ്റ്റ് വാല്യൂ ഫോർ മണി വിക്ടോറിയസ് നിങ്ങൾ ഈ കാണുന്ന ബേസ് വേരിയന്റ് ആണ്. കാരണം ഇപ്പോൾ ലുക്ക് കാര്യങ്ങൾ ഒരു രക്ഷയില്ല, ടോപ്പ് എൻഡിന്റെ സിമിലർ ലുക്കാണ്. ആകെ വരുന്ന ഡിഫറൻസ് കുറച്ച് ഫീച്ചേഴ്സിൽ വരുന്ന മാറ്റമാണ്. അത് ഈ ബേസ് വേരിയന്റ് എടുത്ത് നിങ്ങൾക്ക് ആക്സസറീസ് ചെയ്ത് കഴിഞ്ഞാലും വിക്ടോറിയസിന്റെ കാര്യത്തിൽ ടോപ്പ് എൻഡിന്റെ ഓൾമോസ്റ്റ് സിമിലർ ലുക്കിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങളൊരു CNG നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബേസ് വേരിയന്റ് കൺസിഡർ ചെയ്യാം. കാരണം എല്ലാ വേരിയന്റിലും അണ്ടർബോഡി CNG ആണ് വരുന്നത്. CNGയിലും മാനുവലും മാത്രമേ വരുന്നുള്ളൂ. CNGയിൽ ഓട്ടോമാറ്റിക് ഒന്നും അവൈലബിൾ അല്ല. അപ്പോഴും നിങ്ങൾക്ക് ഈ ബേസ് വേരിയന്റ് എടുത്തിട്ട് അതിൽ ആക്സസറീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സീറ്റ വേരിയന്റ് ലുക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഈ സെഗ്മെന്റിലെ വാഹനങ്ങളിൽ അതായത് നമ്മുടെ ക്രെറ്റ, പുതിയ സിയാറ, സെൽറ്റോസ്, പിന്നെ ഹൈ റൈഡർ, ഗ്രാൻഡ് വിറ്റാരയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഈ ഒരു ബഡ്ജറ്റിന് പക്ക വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു വാഹനവും നമ്മളുടെ വിക്ടോറിയസ് തന്നെയാണ്. കാരണം ഈ ഒരു ബേസ് വേരിയന്റ് എടുത്താലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ലുക്കിൽ തന്നെ നിങ്ങൾക്ക് ഓൺ റോഡ് ഓടിക്കാനായിട്ട് പറ്റും, പ്രത്യേകിച്ച് ആക്സസറീസ് ഒന്നും ചെയ്യാണ്ട്. കാരണം അത്യാവശ്യം വേണ്ടതെല്ലാം ഇതിൽ തന്നെ മാരുതി കൊടുത്തിട്ടുണ്ട്. അതല്ല, നിങ്ങൾ ആക്സസറീസ് ചെയ്താലും നിങ്ങൾക്കൊരു ഇപ്പൊ അലോയ്സ് ഒക്കെ കയറ്റുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കൊരു 50,000 രൂപ കൂടുതൽ ബഡ്ജറ്റിന് ആക്സസറീസ് ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ. അതല്ലെങ്കിൽ ഒരു 20,000-25,000 രൂപയുടെ ബേസിക് വേണ്ട ആക്സസറീസ് ചെയ്താലും നിങ്ങൾക്ക് ഈ വാഹനം ഈ ഒരു ബെറ്റർ ലുക്കിൽ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അത് ഇതിന്റെ മേജർ ആയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് ആണ്. ഈ വേരിയന്റിന്റെ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സിലേക്ക് വന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞ ലുക്ക് ബേസ് വേരിയന്റ് ഒരു ടോപ്പ് എൻഡ് വരെ എക്സാക്ട് സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിലെ ആ ഒരു കണക്റ്റഡ് DR പോലെ തോന്നിക്കുന്ന ക്രോം ഫിനിഷ് എല്ലാ വേരിയന്റുകളും കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ZXI വേരിയന്റ് തൊട്ട് നമുക്കിവിടെ ഒരു LED DR സംഭവങ്ങൾ കാണാം. ഇപ്പോൾ LX ആൻഡ് VXI എക്സാക്ട് സിമിലർ ആണ്. ഇപ്പോൾ LXIയിൽ അവിടെ ഒരു ചെറിയൊരു ക്രോം ഇൻസൈറ്റ് കൊടുത്തിരിക്കുന്നു. അതിന് താഴെ പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് ആണ്. ഹൈ ബീമിൽ ലോ ബീം അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. ഹാലജൻ ആണ്, അതിനോട് ചേർന്ന് ഹാലജൻ പാർക്ക് ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സും കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോഗ് ലൈറ്റ് വരുന്നില്ല. ഫോഗ് ലൈറ്റ് നമുക്ക് ഷോറൂമിൽ നിന്ന് പുറത്തു നിന്നോ ഈസി ആയിട്ട് ആക്സസറേറ്റ് ചെയ്യാം. 7,000 രൂപയുടെ അടുത്താണ് ഷോറൂമിൽ നിന്ന് ചെയ്യുമ്പോൾ കോസ്റ്റ് വരുന്നത്. ഇവിടെ ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു എയർ ഇൻ സ്കൂപ്പ് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. 210 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫ്രണ്ടിൽ സ്കിഡ് പ്ലേറ്റിന്റെ പോർഷൻ സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അത് എല്ലാ വേരിയന്റിലും സിമിലർ ആയിട്ടാണ് വരുന്നത്. ഫ്രണ്ടിലെ ഈ ഒരു താഴത്തെ പോർഷൻസ് എല്ലാം നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ്. സെന്ററിൽ സുസുക്കിയുടെ ലോഗോ. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ എല്ലാ വേരിയന്റുകളുടെയും ലുക്ക് സിമിലർ ആണ്. ഈ ഒരു കളറ്, സിൽവർ കളറ്, അത്യാവശ്യം നല്ലൊരു റോഡ് പ്രസൻസ് തരുന്നുണ്ട്. ഒരു പ്രീമിയം കളർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റീൽ വീലുകളാണ് കൊടുത്തിരിക്കുന്നത്. അത് 17 ഇഞ്ചാണ്.
മേജർ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് 215/60R17 ആണ് ടയർ സൈസ്. അത് ബേസ് വേരിയന്റ് ടോപ്പ് എൻഡ് വരെ സിമിലർ ആണ്. നിങ്ങൾക്ക് നമ്മുടെ ഗ്രാൻഡ് വിറ്റാറയുടെ അലോയ്സോ വിക്ടോറിയസിന്റെ അലൈസോ മേടിച്ചിടുകയാണെങ്കിൽ ജസ്റ്റ് അലോയ്സ് മാത്രം പർച്ചേസ് ചെയ്താൽ മതി. സെഗ്മെന്റിലെ മറ്റേത് വാഹനം നോക്കിക്കഴിഞ്ഞാലും ബേസ് വേരിയന്റുകളിലേക്ക് വരുമ്പോൾ ടയർ സൈസ് ചെറുതും ടോപ്പ് എൻഡിലേക്കാണ് ടയർ സൈസ് വലുതായി വരുന്നത്. പക്ഷേ വിക്ടോറിയസിൽ എല്ലാ വേരിയന്റുകളും സിമിലർ ആണ്. ഇപ്പോൾ 45,000 രൂപ കൊടുക്കുകയാണെങ്കിൽ ഗ്രാൻഡ് വിറ്റാറയുടെ അലോയ്സ് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ബേസ് വേരിയന്റ് തൊട്ട് നമുക്ക് വീൽ കപ്പുകൾ വരുന്നുണ്ട്. ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. വശങ്ങളിൽ നമുക്ക് ഒരു ബ്ലാക്ക് ഫിനിഷിൽ ക്ലാഡിംഗ് പോകുന്നത് കാണാം. അതൊരു SUV ലുക്ക് തരാനായിട്ട് സഹായിക്കും. മിറേഴ്സ് നമുക്ക് മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിൽ തന്നെ വരുന്നുണ്ട്. ഡോർ ഹാൻഡിൽസും ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് റിക്വസ്റ്റ് സെൻസറും വരുന്നുണ്ട്. ഇപ്പോൾ ഈ മിറേഴ്സ് നമുക്ക് ബോഡി കളറിലേക്ക് മാറ്റാൻ 2,100 രൂപയുടെ അടുത്താണ് കോസ്റ്റ് വരിക. ഡോർ ഹാൻഡിൽസ് ബോഡി കളറിലേക്ക് മാറ്റുന്നതിലും നല്ലത് ക്രോം ഇൻസേർട്ട് ആഡ് ചെയ്യുന്നതാണ്. അവിടെ ഏകദേശം ഒരു 1,000-1,200 രൂപയുടെ അടുത്ത് നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വിൻഡോ ക്രോം വേണമെങ്കിൽ ആക്സസറി ആയിട്ട് ചെയ്യാം. ഇതിപ്പോൾ ബ്ലാക്ക് ഫിനിഷിലാണ് ആ വിൻഡോ ലൈൻ വരുന്നത്. നമുക്ക് ബി പില്ലർ ബോഡി കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു. സി പില്ലറും ബാക്ക് പോർഷൻസും നമുക്ക് മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ്. റൂഫ് റെയിൽസ് വരുന്നില്ല. അത് നമുക്ക് VXI വേരിയന്റോട്ടാണ്. അത് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് ഈസിലി ആക്സസറി ആയിട്ട് ചെയ്യാം. ബാക്കിൽ ഷാർഫിൻ ആൻറ്റിന കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. വശങ്ങളിൽ നോക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള വലിയ വാഹനമാണ്. 2,600 mm ആണ് ഇതിന്റെ വീൽ ബേസ് വരുന്നത്. ആ ഒരു വീൽ ബേസിന്റെ ഇന്റീരിയർ സ്പേസ് നമുക്ക് ലഭിക്കും. വശങ്ങളിലും താഴെ നമുക്കൊരു സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ബ്ലാക്ക് ഫിനിഷ് കാണാം. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയാണ് വിക്ടോറിയസിലൊരു ഡിഫറൻസ് വരുന്നത്. കാരണം ബാക്കിൽ ആ ഒരു കണക്റ്റഡ് ടെയിൽ ലൈറ്റ് നിങ്ങൾക്ക് സെക്കൻഡ് വേരിയന്റ് ആയ VXI തൊട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ ആ കണക്റ്റഡ് ലൈറ്റ് ഇപ്പോൾ നമുക്ക് ഷോറൂമിൽ നിന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആക്സസറൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അവൈലബിൾ ആയിട്ടില്ല. പക്ഷെ പുറത്തുനിന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ആ ലൈറ്റ് അവൈലബിൾ ആണ്. അതിന്റെ കോസ്റ്റ് ഞാൻ ഓർക്കുന്നില്ല, എനിക്ക് തോന്നുന്നു 7,000-8,000 രൂപയും കണ്ടാണ് കണക്റ്റഡ് ലൈറ്റിന് കോസ്റ്റ് വരുന്നത്. അത് ആക്സസറി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ VXI വേരിയന്റിന്റെ എക്സ്ട്രാ ലുക്കാണ്. ഇനി മറ്റ് വേരിയന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറൻസ് വൈപ്പർ വരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഡീഫോഗർ നമുക്ക് ബേസ് വേരിയന്റ് തൊട്ട് കൊടുത്തിട്ടുണ്ട്. ഡിസൈൻ ബാക്കിലെ ആ ഒരു സ്പോയിലറിന്റെ ഡിസൈനൊക്കെ എല്ലാ വേരിയന്റിലും സിമിലർ ആണ്. ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. വിക്ടോറിയസിന്റെ ബാഡ്ജിങ് ആണ്. ബേസ് വേരിയന്റ് തൊട്ട് ഇത് സ്മാർട്ട് ഹൈബ്രിഡ് ആയിട്ടാണ് വരുന്നത്. ടെയിൽ ലൈറ്റ് നോക്കുകയാണെങ്കിൽ LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതിന്റെ താഴെ ഈ പോർഷൻസിലാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. ഈ ഒരു ഫുൾ പോർഷൻ ഇപ്പോൾ അത് കണക്റ്റഡ് ടെയിൽ ലൈറ്റ് ആക്കിയില്ലെങ്കിലും വൃത്തികേടൊന്നുമില്ല, ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണത് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് നമുക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ നമുക്ക് ആ സിൽവർ ഫിനിഷിൽ സ്കിഡ് പ്ലേറ്റ് കാണാം. ഈ ഒരു പോർഷൻസിലാണ് നമുക്ക് റിവേഴ്സ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ റിഫ്ലക്ടറാണ്. ആ രണ്ട് വശത്തും റിവേഴ്സ് ലൈറ്റും വരുന്നുണ്ട്. ബാക്കിലേക്ക് റിവേഴ്സ് ക്യാമറ നമുക്ക് ബേസ് വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് നിങ്ങൾക്ക് 6,000 രൂപയാണെന്ന് തോന്നുന്നു ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. ഇനി നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. സെഗ്മെന്റിലെ വൺ ഓഫ് ബിഗ്ഗസ്റ്റ് ബൂട്ട് എന്ന് പറയാം. ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ മാരുതിയുടെ ഒരു വാഹനത്തിൽ ലഭിക്കുന്ന ഏറ്റവും കൂടിയ ബൂട്ട് സ്പേസ് നമുക്ക് വിക്ടോറിയസിൽ തന്നെയാണ്. 439 ലിറ്ററാണ് ബൂട്ടിന്റെ കപ്പാസിറ്റി വരുന്നത്. ഈ വാഹനം നിങ്ങളിപ്പോൾ ഹൈബ്രിഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 373 ലിറ്ററിന്റെ ബൂട്ടും CNG ആണെങ്കിൽ 320 ലിറ്ററിന്റെ ബൂട്ട് സ്പേസും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. വേറെ ബൂട്ടിലേക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക സംഭവങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. നമുക്ക് 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്, ബേസ് വേരിയന്റ് തൊട്ട് 60-40 സ്പ്ലിറ്റ് സീറ്റ്, ഇതൊക്കെ വിക്ടോറിയസിൽ മാത്രം കാണാൻ പറ്റുന്ന സംഭവങ്ങളാണ്. സ്പെയർ വീല് വിക്ടോറിയസിൽ വരുന്നില്ല, പകരം പഞ്ചർ കിറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വിക്ടോറിയസിലും ഈ സെഗ്മെന്റിലെ പല വാഹനങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ പല വാഹനങ്ങളിലും മാനുഫാക്ചേഴ്സ് കൊടുക്കുന്നുമുണ്ട്. എന്തായാലും വിക്ടോറിയസിൽ ഒരു വേരിയന്റിലും സ്പെയർ വീല് വരുന്നില്ല. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്വസ്റ്റ് സെൻസർ ബേസ് വേരിയന്റ് തൊട്ട് വരുന്നുണ്ട്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡ്യുവൽ ടോൺ കളറിലാണ് ഇന്റീരിയർ വരുന്നത്. ഡോർ പാഡിലേക്ക് വന്നാൽ നമുക്ക് ഒരു ഡ്യുവൽ ടോൺ കളർ കാണാം. ബേസ് വേരിയന്റ് തൊട്ടേ നമുക്ക് ഇവിടെ സോഫ്റ്റ് ടച്ച് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഒരു ബ്ലാക്ക് കളറുള്ള ഫാബ്രിക് ആണ്, എന്നാലും അത് വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോന്റെ കൺട്രോൾ, ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗണിന്റെ ഓപ്ഷൻ വരുന്നുണ്ട്. മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ബേസ് വേരിയന്റ് തൊട്ടേ വരുന്നുണ്ട്, പക്ഷേ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല. താഴേക്ക് വന്നാൽ നമുക്ക് സ്പീക്കേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. ശരിക്കും നമുക്ക് ബേസ് വേരിയന്റിൽ 2 സ്പീക്കറാണ് കൊടുത്തിട്ടുള്ളൂ, 4 സ്പീക്കർ വരുന്നില്ല. ഇവിടെ ഒരു വൈറ്റ് ഫിനിഷ്, ഇവിടെ എല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ്. ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല. അത് വേണമെങ്കിൽ ഒരു കുറവാന്ന് പറയാം. 14,000 രൂപയാണെന്ന് എനിക്ക് തോന്നുന്നു പുറത്തു നിന്ന് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ആക്സസറി ആയിട്ട് ചെയ്യാൻ. അത് ഇതിനകത്ത് ചെയ്താൽ മതിയാകും.
പിന്നെ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ബ്ലാക്ക് കളറിലുള്ള സീറ്റുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ബേസ് വേരിയൻറ്റിൽ മാനുവൽ മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ കാണാം. നമ്മുടെ ഐഡിയൽ സ്റ്റോപ്പ് സ്റ്റാർട്ട് കൊടുത്തിരിക്കുന്നു. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ഓപ്ഷനും ബേസ് വേരിയൻറ്റോട്ട് വരുന്നുണ്ട്. ഇന്റീരിയറിലേക്ക് വന്നാൽ ഇതൊരു ബേസ് വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ ആണ്, ആരും പറയില്ല. കാര്യം LXi ആൻഡ് VXi ഈവൻ ZXi വേരിയൻറ്റ് വരെ ഓൾമോസ്റ്റ് സിമിലർ ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മാരുതി സുസുക്കി കാറുകളിൽ ആദ്യമായിട്ടാണ് ബേസ് വേരിയൻറ്റ് തൊട്ടേ നമുക്കൊരു മ്യൂസിക് സിസ്റ്റം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതും സ്മാർട്ട് പ്ലേ പ്രോ സിസ്റ്റം തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ബേസ് വേരിയൻറ്റിൽ മാരുതി കൊടുത്തു. അതും നമുക്ക് ഈ സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മറ്റ് ഒരു മാനുഫാക്ചേഴ്സും കൊടുക്കാത്തൊരു കാര്യമാണെന്നും പറയാം. ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുവരെ മാരുതിയിൽ നിന്ന് കാണാത്ത ഒരു പുത്തൻ സ്റ്റിയറിംഗ് വീൽ എന്ന് പറയാം. അത് മൾട്ടി ഫങ്ഷണലായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. എല്ലാ വേരിയൻറ്റുകളിലും സിമിലർ സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ VXi ഓൺവേർഡ്സ് നമുക്ക് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് ഒരു ഡിഫറൻസ് ഉള്ളത്. ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ ക്രൂസ് കൺട്രോൾ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ പറ്റില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഞാൻ എൻ്റെ വാഹനത്തിൽ ക്രൂസ് കൺട്രോൾ ഉപയോഗിച്ചത് ഇതുവരെ മേടിച്ചതിന് ശേഷം 2-3 പ്രാവശ്യമാണ്. ഇനി ഇതിനകത്ത് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് ഇതിനകത്ത് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷനോട് കൂടിയ സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഇടതുവശത്തായിട്ട് നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമ്മൾ ഗ്രാൻഡ് വിറ്റാറിലൊക്കെ കണ്ട സെയിം ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ്. സ്പീഡോമീറ്ററും RPM മീറ്ററും അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു. നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും അറിയാനായിട്ട് പറ്റും. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകൾ ഇപ്പോഴും ആ ഒരു സ്ക്രീനിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആവറേജ് ഫ്യൂല്, ഡിസ്റ്റൻസ് ടു എംറ്റി, പിന്നെ നമ്മളുടെ സ്മാർട്ട് പ്ലേയുടെ കുറച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങൾ, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഇതിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൻറ്ററിലേക്ക് വന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആ ഒരു സ്മാർട്ട് പ്ലേ പ്രോ മ്യൂസിക് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആണ്. അതായത് നമ്മളുടെ ഗ്രാൻഡ് വിറ്റാറയിൽ കിട്ടുന്ന ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഇതിൽ തന്നെ ലഭിക്കും. പിന്നെ AC-യുടെ കൺട്രോൾസും നമുക്ക് ഇതിൽ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതിനിവിടെ മാനുവൽ കൺട്രോൾസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തും AC-യുടെ കൺട്രോൾസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് മേജറായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനായിട്ടുള്ളത്. അതുപോലെ തന്നെ അത്യാവശ്യം ക്ലാരിറ്റിയുള്ള മ്യൂസിക് സിസ്റ്റമാണ്. ഇതിനകത്ത് 2 സ്പീക്കറേ വരുന്നുള്ളൂ. അത് വേണമെങ്കിൽ ഒരു കൺസേൺ ആയിട്ട് പറയാം. നമുക്ക് 2 സ്പീക്കറും കൂടി ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് ആക്സസറി ആയിട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള നല്ല സ്പീക്കറുകൾ ഫ്രണ്ടിൽ ആഡ് ചെയ്യുക. ഈ ഫ്രണ്ടിലുള്ള സ്പീക്കറുകൾ ബാക്കിലേക്ക് ചേഞ്ച് ചെയ്താൽ മതിയാകും. പിന്നെ ഇതിനകത്ത് റിവേഴ്സ് ക്യാമറ വരുന്നില്ല. നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അത് ഇതിനകത്ത് ഫങ്ഷൻ ചെയ്യും. റിവേഴ്സ് ക്യാമറ നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് ഈസിലി ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസ് ഉള്ള സ്ക്രീനാണ്. പെയർ ഡിവൈസ് കാര്യങ്ങൾ, അതായത് നമ്മൾ ബ്ലൂടൂത്ത് ആയിട്ട് പെയർ ചെയ്യുമ്പോൾ ആ ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് ഇവിടെ കിട്ടും. കണക്ടിവിറ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അത്യാവശ്യം വെഹിക്കിൾ ഇൻഫർമേഷൻസ് നമുക്ക് ഇതിനകത്ത് അറിയാനായിട്ട് പറ്റും. ഫ്യൂവൽ, ആവറേജ് സ്പീഡ്, എനർജി ഫ്ലോ, AC, അങ്ങനത്തെ എല്ലാ ഇൻഫർമേഷൻ വരുന്നത്. TPMS ഈ ബേസ് വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയെല്ലാം നമുക്കൊരു ഗ്ലോസി ഫിനിഷ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നറുക്ക് ഹസാർഡ് ലൈറ്റ് കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ AC-യുടെ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്ക് വോളിയം ഡയറക്റ്റ്ലി മ്യൂട്ട് ചെയ്യാനും അതിനുള്ള കുറച്ച് കൺട്രോളുകളും നമുക്കിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട്, ഒരു USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇതാണ് കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് നമ്മുടെ നോർമൽ സ്മാർട്ട് കീ തന്നെ കൊടുത്തിരിക്കുന്നു. ഗിയർ ലിവർ 5 സ്പീഡ് മാനുവൽ ഗിയറിലാണ്. അത് പക്ഷേ ആ ടോപ്പ് പോർഷൻ നമുക്കെല്ലാം ഫുൾ ബ്ലാക്ക് ആണ്. അത് ആ ഒരു ഗ്ലോസി കൊടുക്കുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. ഈ പോർഷൻസിൽ നമുക്ക് ആ ഒരു വൈറ്റ് ഫിനിഷ് കാണാനായിട്ട് പറ്റും. കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. മാനുവൽ ഹാൻഡ് ബ്രേക്ക്, സെൻറ്റർ ആംറസ്റ്റ് ബേസ് വേരിയൻ്റ് തൊട്ടേ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കാണാം. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ബേസ് വേരിയൻ്റ് തൊട്ടേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റുകളാണ്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിറർ കാര്യങ്ങൾ വരുന്നില്ല. നമുക്ക് അകത്തെ റീഡിംഗ് ലൈറ്റുകൾ ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡറാണ് കൊടുത്തിരിക്കുന്നത്. മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs ആണ്. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ്. കൂടുതൽ ലൈറ്റ് ഫീച്ചറൊന്നും ബേസ് വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ഇൻറ്റീരിയറിലെ ലേഔട്ടും ലുക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഗ്രാൻഡ് വിറ്റാറിനേക്കാളും എനിക്ക് കുറച്ചും കൂടിയും പേഴ്സണലി ഇഷ്ടപ്പെട്ട ഇൻറ്റീരിയർ വിക്ടോറിയസിൻ്റെ തന്നെയാണ്. ബാക്ക് യാത്രക്കാരുടെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഓൾമോസ്റ്റ് 80 ഡിഗ്രിയിൽ വൈഡായിട്ട് തുറക്കാൻ പറ്റും. ബാക്കിലെ ഡോർ പാഡിൽ നമുക്ക് സോഫ്റ്റ് ടച്ച് കാണാം. ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷ് ആണ്. സ്പീക്കർ ഗ്രില്ലിൽ മാത്രമേ ഉള്ളൂ, സ്പീക്കർ വരുന്നില്ല. ബാക്കിലേക്ക് നമുക്ക് AC വെൻസ് കൊടുത്തിരിക്കുന്നു. വേറെ ചാർജിങ് പോർട്ട് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്, 60/40 സ്പ്ലിറ്റ് സീറ്റ്, ഐസോഫിക് ചൈൽഡ് സീറ്റ്, സെന്റർ ആംറസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ് ബേസ് വേരിയന്റോട്ടേ കിട്ടുന്നുണ്ട്. വേറെ ഈ സെഗ്മെന്റിൽ ഒരു വാഹനത്തിലും കിട്ടുന്നില്ല. അപ്പം നമ്മൾ അകത്തേക്ക് കയറി ഇരിക്കുകയാണ് എങ്കിൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്.
അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. കാലെല്ലാം അകത്ത് കയറ്റി സുഖമായിട്ടിരിക്കാനായിട്ട് പറ്റും. നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സെൻറ്റർ ടണൽ പോലെ ഒരു സംഭവം വരുന്നുണ്ട്, പക്ഷെ എന്നാലും കാലെല്ലാം രണ്ട് വശത്തേക്കും വെച്ച് സുഖമായിട്ടിരിക്കാനായിട്ട് പറ്റും. ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 12 സെൻറ്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണാം. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റും. ഇത് നമ്മളുടെ വീൽ കപ്പുകൾ തന്നെ ബോക്സാണ്. പിന്നെ നമുക്ക് ബാക്കിലേക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. നമുക്ക് 2 റീഡിംഗ് ലൈറ്റുകൾ കാണാം. രണ്ടും ഹാലജനായിട്ടാണ് വരുന്നത്. ഇവിടെ സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ ഹുക്ക് വരുന്നുണ്ട്. നമുക്ക് പാഴ്സൽ ട്രേ ബാക്കിൽ വരുന്നത് അത് നിങ്ങൾക്ക് സ്റ്റോർ റൂമിൽ നിന്ന് ഈസിലി ആക്സസറി ആയിട്ട് ചെയ്യാം. അപ്പോൾ ബാക്ക് സീറ്റ് ആണെങ്കിലും നല്ല കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ബാക്ക് സീറ്റാണ് LXA വേരിയൻറ്റിൽ കൊടുത്തിരിക്കുന്നത്. വിക്ടോറിയസിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സെഗ്മെൻറ്റിലെ വൺ ഓഫ് ദ സേഫസ്റ്റ് കാറ് വിക്ടോറിയസ് ആണ്. മാരുതിയിൽ നിന്ന് ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടുന്ന രണ്ടാമത്തെ വാഹനവും വിക്ടോറിയസ് ആണ്. ഭാരത് എൻക്യാപ്പിൽ 5 സ്റ്റാർ ആണ്, ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ ആണ്. പിന്നെ ബേസ് വേരിയൻറ്റ് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ്, ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് സ്റ്റാൻഡേർഡായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാരുതിയിൽ ആദ്യമായിട്ട് അഡാസ് കൊടുത്തിരിക്കുന്ന ഒരു വാഹനം വിക്ടോറിയസ് ആണ്. ടോപ്പ് എൻഡ് നോക്കിയാൽ നിങ്ങൾക്ക് അഡാസും ലഭിക്കും. അപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ യാതൊരു കൺസേൺസും ഇല്ല. ഇനി എഞ്ചിനും ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ സെഗ്മെൻറ്റിലെ മോസ്റ്റ് ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ, അതുപോലെ തന്നെ വളരെ ക്വയറ്റായിട്ട് വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ. ഇപ്പം ഞാൻ ഈ വാഹനത്തിലിരിക്കുന്നത് AC ഓൺ ചെയ്ത് സ്റ്റാർട്ടിങ് പൊസിഷനിലാണ്. യാതൊരു നോയ്സും അകത്തേക്ക് വരുന്നില്ല. വളരെ സൈലൻ്റ് ആൻഡ് ക്വയറ്റാണ്. പുറത്തുനിന്നുള്ള മറ്റു വണ്ടികൾ പോകണ കേൾക്കുന്നതല്ലാണ്ട് എഞ്ചിൻ്റെ യാതൊരു നോയ്സും ഇല്ല. എഞ്ചിൻ 1.5 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പെക്ട് പെട്രോളാണ്. 103 HP പവറും 137 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് വിത്ത് 5 സ്പീഡ് മാനുവൽ. പിന്നെ നമുക്ക് ഈ ബേസ് വേരിയൻറ്റിൽ മാനുവൽ മാത്രമേ ഉള്ളൂ. VXI ഓൺവേർഡ്സ് നിങ്ങൾക്ക് 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. 21.18 ARI സർട്ടിഫൈ ചെയ്തിരിക്കുന്ന മൈലേജ്. 14-നും 16-നും ഇടയ്ക്ക് 100% ആവറേജ് മൈലേജ് കിട്ടും. ഇനി കൂടുതൽ മൈലേജ് വേണ്ടവർക്ക് ഈ സെയിം വാഹനത്തിൽ തന്നെ സെയിം എഞ്ചിനിൽ തന്നെ CNG അവൈലബിൾ ആണ്. 86 HP പവറും 121.5 Nm ടോർക്കും ആ എഞ്ചിൻ CNGയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അണ്ടർ ബോഡി CNG ആണ്. ബൂട്ട് സ്പേസിൽ കൺസൈൻ ഒന്നുമില്ല. പിന്നെ മാനുവൽ മാത്രമേ ഉള്ളൂ. 27.2 മൈലേജ്. 24-25 റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്നവർക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് റീസെൻ്റ്ലി നമ്മുടെ വീടിനടുത്ത് എടുത്തിട്ടുണ്ട്. ആൾക്ക് 25 ആവറേജ് മൈലേജ് CNGയിൽ കിട്ടുന്നുണ്ട്. അതല്ല നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വേണം, മൈലേജ് കൂടുതൽ വേണമെങ്കിൽ ഹൈബ്രിഡിലേക്ക് പോവാം. 1.5 നമ്മളുടെ നോർമൽ ഹൈബ്രിഡ് എഞ്ചിൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 3 സിലിണ്ടറാണ് വിത്ത് കമ്പൈൻ മോട്ടർ. നമ്മുടെ ഗ്രാൻഡ് വിറ്റാറുള്ള സെയിം തന്നെ. 116 HP പവറും 140 Nm ടോർക്കും. 28.65 ARI സർട്ടിഫൈ ചെയ്തിരിക്കുന്ന മൈലേജ്. എനിക്ക് എൻ്റെ ഗ്രാൻഡ് വിറ്റാറിൽ 25 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനും ആ ഒരു മൈലേജ് നമുക്ക് അതിലും എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ സെഗ്മെൻറ്റിലെ മോസ്റ്റ് ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു കാർ, അത് നിങ്ങൾ NA പെട്രോൾ എടുത്താലും ഹൈബ്രിഡ് എടുത്താലും CNG എടുത്താലും നിങ്ങൾക്ക് ഈ വാഹനം തന്നെയായിരിക്കും കൂടുതൽ മൈലേജ് തരിക. പ്രൈസിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റെഗുലർ വ്യൂവേഴ്സാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വിക്ടോറിയസിന് ഈ മാസം നമ്മൾ ആദ്യം പറഞ്ഞോണം 1,10,10,000 രൂപ ഒരു ഓഫർ അവൈലബിൾ ആണ്. അതായത് സ്ട്രൈറ്റ് അവേ നിങ്ങൾക്ക് ഷോറൂമിൻ്റെ ഭാഗത്ത് നിന്ന് 25,000 രൂപ ക്യാഷ് ഡിസ്കൗണ്ടൊക്കെ ആയിട്ട് ലഭിക്കുന്നുണ്ട്. മാരുതിയുടെ ഓഫർ നോക്കുകയാണെങ്കിൽ നമുക്ക് 70,000 രൂപ വരെയാണ് ഓഫർ. അതിനകത്ത് 50,000 രൂപ എക്സ്ചേഞ്ച് ബോണസും, പിന്നെ മാരുതിയുടെ വാഹനമാണ് നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ 20,000 രൂപ അഡീഷണലി കിട്ടും, ലോയൽറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ 70,000 രൂപ എക്സ്ചേഞ്ച് ബോണസ് കിട്ടുന്നുണ്ട്. ഇനി സ്ട്രോങ് ഹൈബ്രിഡിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 80,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, 50,000 രൂപ എക്സ്ചേഞ്ച് ബോണസും 30,000 രൂപ ലോയൽറ്റി, അപ്പോൾ 80,000 രൂപ എക്സ്ചേഞ്ച് ബോണസ്. പിന്നെ നമ്മൾ പറഞ്ഞാൽ ഷോറൂമിൻ്റെ ഭാഗത്ത് നിന്ന് 25 രൂപ വരെ ക്യാഷ് ഡിസ്കൗണ്ടും ലഭിക്കും. ഇപ്പോൾ നിങ്ങൾ ഒരു സാധാരണക്കാരനാണ്, ഈ ഒരു എക്സ്ചേഞ്ച് കാര്യങ്ങളൊന്നും നിങ്ങൾക്കില്ല, ആദ്യമായിട്ടാണ് വണ്ടി നോക്കുന്നത് എങ്കിൽ നിങ്ങൾ ഈ കാണുന്ന ബേസ് വേരിയൻറ്റ് നിങ്ങൾക്ക് 12,55,000 രൂപയ്ക്ക് ഒരു ഓഫറും ഇല്ലാണ്ട് ഓൺ റോഡ് ഇറക്കാം. ഓഫറുകൾ എലിജിബിൾ ആവുകയാണെങ്കിൽ ഒരു 11,80 ഈ വാഹനം നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. 50,000 രൂപയുടെ ആക്സസറീസ് ചെയ്ത് കഴിഞ്ഞാലും വെർത്താണ്, 100% വെർത്താണ്. പിന്നെ ബേസ് വേരിയൻറ്റിലോട്ട് നമുക്ക് CNG വരുന്നുണ്ട്. 13,75,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ CNG ഓൺ റോഡ് ഇറക്കാം. അതായത് നോർമൽ വാഹനത്തെക്കാളും 1,20,20,000 രൂപയാണ് CNGക്ക് കൂടുതൽ വരുന്നത്. അത്രയും ഓട്ടോ ഉണ്ട്, അത് നിങ്ങൾക്ക് ഓടിച്ച് മുതലാക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും CNGയും കൺസിഡർ ചെയ്യാം. സെക്കൻഡ് വേരിയൻ്റ് കൊടുത്തിരിക്കുന്നത് VXI ഓൺവേർഡ്സ് ആണ് ഓട്ടോമാറ്റിക് വരുന്നത്. VXI മാനുവൽ 14,10-നും VXI ഓട്ടോമാറ്റിക് 15,90-മാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ മിനിമം 15,90 സ്പെൻഡ് ചെയ്യണം. VXI ഹൈബ്രിഡ് 19,80. ഈ പ്രൈസിലൊക്കെ നമ്മൾ ആ 25,000 ക്യാഷ് ഡിസ്കൗണ്ട് മാത്രമേ കുറിച്ചിട്ടുള്ളൂ, വേറെ യാതൊരു ഓഫറും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി ZXI നോക്കുകയാണെങ്കിൽ 16,20 ZXIക്ക് പ്രൈസ് വരുന്നത്. ZXI ഓട്ടോമാറ്റിക് ആണെങ്കിൽ 18,30-ഉം
ZXi ഹൈബ്രിഡ് 21,50 പ്രൈസ് വരുന്നത്. ZXi പ്ലസിൻ്റെ പ്രൈസൊക്കെ നമ്മൾ റീസെൻ്റ്ലി പറഞ്ഞതാണ്, അതുകൊണ്ടാണ് അതിനകത്ത് ഉൾപ്പെടുത്താത്തത്. ഇപ്പോൾ ZXi ഓൺവേർഡ്സ് നിങ്ങൾ ഐദർ മാനുവലാണ് നോക്കുന്നതെങ്കിൽ ഈ ഒരു വേരിയൻ്റ് എടുക്കുക, ഓട്ടോമാറ്റിക്കാണ് നോക്കുന്നതെങ്കിൽ ZXi എടുക്കുക. VXi ഓക്കെ, ഈ ഒരു ലുക്ക് മതി, എനിക്കൊരു ബേസ് ഓട്ടോമാറ്റിക് മതി എന്നുള്ളൊരു ഓപ്ഷനുള്ളവർ മാത്രം VXiയിലേക്ക് പോവുക. എനിക്ക് തോന്നുന്നു ZXiനേക്കാളും ബെറ്റർ ZXi പ്ലസ് ആണ്. പിന്നെ ZXi ഒക്കെ കൺസിഡർ ചെയ്യുന്നവർക്ക് ആ ബഡ്ജറ്റിന് ഗ്രാൻഡ് വിറ്റാറ നോക്കാം, ഇതിലും ബെറ്ററാണ്. ZXiയിലേക്കൊക്കെ പോകുമ്പോൾ ഗ്രാൻഡ് വിറ്റാറ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരു ബേസ് വേരിയൻറ്റ് നോക്കുന്നുണ്ട്, നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു 12 to 13 ലക്ഷമാണ് എങ്കിൽ വിക്ടോറിയസിൻ്റെ ഈ ഒരു LXi വേരിയൻ്റ് കൂടി വന്ന് നോക്കുക, ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. ഇതിപ്പോൾ 103 HP പവർ ഉള്ളൂ എന്ന് വിചാരിച്ച് അണ്ടർ പവേർഡൊന്നുമല്ല, നല്ല രസമാണ് ഓടിക്കാൻ. നിങ്ങൾക്ക് ആ ഓടിച്ച് നോക്കിയാലാണ് അത് കറക്റ്റായിട്ട് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. മാരുതി റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാൻ, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. വിക്ടോറിയസ് എന്നല്ല, മാരുതിയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിൽ എക്സിസ്റ്റിംഗ് ഓണേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.